സമരം ചെയ്യുന്ന ആശാവർക്കർമാർ തനിച്ചാകില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. സമരം കോൺഗ്രസ് ഏറ്റെടുക്കും. കാലുമാറ്റക്കാരൻ കെ.വി. തോമസിനടക്കം ലക്ഷങ്ങൾ നൽകുമ്പോഴാണ് തൊഴിലാളികളുടെ സർക്കാർ എന്ന് അവകാശപ്പെടുന്നവർ സ്ത്രീകൾ നയിക്കുന്ന സമരത്തെ അധിക്ഷേപിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൽ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധാകരൻ. അർദ്ധരാത്രി ആശാവർക്കർമാരുടെ സമരപ്പന്തൽ അഴിക്കുന്നതുപോലുള്ള തെറ്റായ സമീപനങ്ങളാണ് തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷം സ്വീകരിക്കുന്നതെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു. ആശാവർക്കർമാരോട് സ്വീകരിക്കുന്ന സമീപനത്തിൽ സർക്കാർ മാറ്റം വരുത്തണം. അല്ലാത്തപക്ഷം UDFന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം ആശാവർക്കർമാർ തനിച്ചാകില്ല. അവരോട് ഒട്ടിച്ചേർന്ന് ഈ സമരത്തെ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഇവിടെ അധ്വാനിക്കുന്ന തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാടിലെ അശാന്തി നിലനിൽക്കും. അശാന്തി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാറണം. ഇടതുപക്ഷ സർക്കാർ തീരുമാനം മാറ്റണം. തീരുമാനം മാറ്റുന്നില്ല എങ്കിൽ മാറ്റുന്നത് വരെയുള്ള സമരമുഖം ഇടതുപക്ഷത്തെ സർക്കാർ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പരസ്യമായി പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും അത് തുടരുന്നു, ആവർത്തിക്കുന്നു. ഈ സമരം അവസാനിപ്പിക്കില്ല. സഹോദരിമാരുടെ സമരത്തോടൊപ്പം ഒട്ടി നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു. കാലുമാറ്റത്തിലൂടെ CPMലെത്തിയ വ്യക്തിയെ ഡൽഹിയിൽ ഉന്നത സ്ഥാനത്തിരുത്തി ലക്ഷങ്ങൾ ശമ്പളമായി നൽകുന്ന സർക്കാരാണിതെന്നും കെ സുധാകരൻ പരിഹസിച്ചു. നിങ്ങൾ എത്രയോ ആളുകൾക്ക് ശമ്പളങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് കെ.വി. തോമസ് എന്ന് പറയുന്ന കോൺഗ്രസുകാരനെ ഇടതുപക്ഷത്തിന്റെ ഒരു ഏജന്റായി കേരള ഹൗസിൽ അദ്ദേഹത്തിന് ജോലി കൊടുത്തിട്ടുണ്ട്. ശമ്പളം എത്രയെന്ന് അറിയാമോ നിങ്ങൾക്ക്? 11 ലക്ഷത്തിലേക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. എന്തായാലും ജോലി കാലുമാറി രാഷ്ട്രീയത്തിൽ നിന്ന് CPMലേക്ക് പോയി. ആ CPMലേക്ക് പോയെടുത്ത് നിന്ന് അദ്ദേഹത്തിന് കേരളത്തിന്റെ ഒരു പ്രതിനിധിയുടെ ഒരു സ്റ്റാറ്റസ് കൊടുത്ത് 11 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന ഈ നാടിൽ രാവും പകല് അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നിങ്ങൾ കൊടുക്കുന്നത് 333 രൂപ എന്ന് പറയുമ്പോ ഈ രാജ്യത്ത് തൊഴിലാളി വർഗത്തിന് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? തൊഴിലാളി വർഗത്തിന് ഈ സർക്കാരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അത് ഉൾക്കൊള്ളാനും ക്ഷേമിക്കാനും സാധിക്കുമോ? സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് DCC കണ്ണൂരിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, പ്രൊഫസർ A.D. മുസ്തഫ, വി. സുരേന്ദ്രൻ, ശ്രീജ മഠത്തിൽ, വിജിൽ മോഹൻ, ഡോക്ടർ ജോർജ് പ്ലാത്തോട്ടം, മനോജ് കൂവേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.